ഈ യൂത്ത് കോൺഗ്രസ് എത്ര തുക പിരിച്ചു അല്ലെങ്കിൽ കോൺഗ്രസ് ആകെ എത്ര തുക പിരിച്ചു എന്നതിന്റെ കണക്ക് എന്തെങ്കിലും യൂത്ത് കോൺഗ്രസ് 1,05,00,000 രൂപയാണ് സമാഹരിച്ചത്. അത് പിരിവായിരുന്നില്ല. അതിനൊരു പിരിവിന്റെ സ്വഭാവം ഉണ്ടായിട്ടില്ല. റിസീപ്റ്റ് ഒന്നും അച്ചടിച്ച് അതിന് തന്നെ അത്തരത്തിൽ പണം സമാഹരിച്ചിട്ടില്ല. അതിനൊരു പിരിവിന്റെ സ്വഭാവം ഉണ്ടായിട്ടില്ല. റിസീപ്റ്റ് ഒന്നും അച്ചടിച്ച് അതിന് തന്നെ അത്തരത്തിൽ പണം സമാഹരിച്ചിട്ടില്ല. റിസീപ്റ്റ് ഒന്നും അച്ചടിച്ച് അതിന് തന്നെ അത്തരത്തിൽ പണം സമാഹരിച്ചിട്ടില്ല. അതില് പോരായ്മയുണ്ടായി ഞങ്ങൾക്ക്. വയനാട്ടിലെ പ്രളയ ദുരന്ത ബാധിതരുടെ പേരും പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാർ കേരളത്തിൽ നിന്നും പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കുകളും കാര്യങ്ങളും എവിടെയെന്ന് കേരളത്തിന്റെ പല മേഖലകളിൽ നിന്നായിട്ട് യൂത്ത് കോൺഗ്രസിനെതിരെ ചോദ്യമായി ഉയർന്നു വന്നപ്പോഴും അതിനൊന്നും ഉത്തരം നൽകാതെ ഇത്രയും കാലം മാറി നടന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്നൊരു കണക്കുമായി വന്നിട്ടുണ്ട്. നിലവിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള ആള് തന്നെ വന്ന് കണക്കുകൾ അവതരിപ്പിച്ചു. 1,05,00,000 രൂപ മാത്രമാണ് യൂത്ത് കോൺഗ്രസിന് ഇതിന്റെ ഭാഗമായിട്ട് പിരിച്ചെടുക്കാൻ പറ്റിയതെന്ന് യൂത്ത് കോൺഗ്രസ് തന്നെ വന്ന് പറയുകയുണ്ടായി. എന്നാൽ പറയാനുള്ളത് അതല്ല. ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ടും അവിടുത്തെ ദുരന്തം അനുഭവിക്കുന്നവർക്കും വേണ്ടി ഏറ്റവും നല്ല പ്രവർത്തനങ്ങളും ഇച്ഛാശക്തിയോടുകൂടി സർക്കാർ ചെയ്യുമ്പോഴും ഈ സർക്കാരിനെ ഏറ്റവും കൂടുതൽ അവഹേളിച്ചതും അപമാനിച്ചതും ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയതും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. 30 വീടുകൾ, അതും സർക്കാർ നൽകുന്നതിലും മികച്ച വീടുകൾ സർക്കാർ കൊടുക്കുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് അവിടെ കൊടുക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നത്. എന്നാൽ കിട്ടിയ പണമാകട്ടെ 1,05,00,000 രൂപയാണ്. ഇതുകൊണ്ട് 30 വീടുകൾ എന്നുള്ള സ്വപ്നമൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ 1,05,00,000 രൂപ കൊണ്ട് 30 വീടുകൾ എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവർ ശ്രമിച്ചാലും ഒരു വീടിന് 3,50,000 രൂപ മാത്രമേ അവർക്ക് ചെലവഴിക്കാൻ കഴിയുള്ളൂ. ഈ 3,50,000 കൊണ്ടാണ് സർക്കാർ ഇന്ന് അവിടെ കൊടുക്കുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള വീടിനേക്കാൾ മികച്ച വീടുകൾ കൊടുക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഇച്ഛാശക്തിയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ അവഹേളിക്കാൻ, സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം സർക്കാരിനെ ഇതുപോലെ അപമാനിക്കാനും അവഹേളിക്കാനും മാത്രമാണ് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും കഴിയുക. അല്ലാതെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനൊന്നും അവരെ കൊണ്ട് കഴിയില്ല. അതായത് സ്വന്തം തറവാട്ടിൽ നിന്ന് സ്വന്തം തറവാട്ടിലെ ആളുകളെ തന്നെ തകർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഒരു പ്രസ്ഥാനവും ഇത്രയധികം ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഡീഗ്രേഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം.